നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ UGC നെറ്റിലെ വേദം എന്നുള്ള ഭാഗത്തിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തേത് തൈത്തിരീയ സംഹിതായാഹ പദപാഠകാരഃ കഃ. ഇത് 2026 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഓപ്ഷനുകൾ ഗാർഗ്യഃ, ആത്രേയഃ, ശാകല്യഃ, യാജ്ഞവൽക്യഃ. അപ്പോൾ ഇതിൽ തൈത്തിരീയ സംഹിതയുടെ പദപാഠകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആത്രേയഃ എന്നുള്ളതാണ്. യജുർവേദ വ്യാഖ്യാതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാണ്ഡാനുക്രമണി എന്ന ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായിട്ട് യസ്യാഹ പദകൃതാത്രേയോ വൃത്തികാരസ്തു കുണ്ടിനഃ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്രേയനാണ് കൃഷ്ണ യജുർവേദ തൈത്തിരീയ സംഹിതയുടെ പദപാഠകാരൻ എന്ന് പറയുന്നത്. അതുപോലെ ഭട്ടഭാസ്കരൻ്റെ ഭാഷ്യങ്ങളിലും ബോധായന ഗൃഹ്യസൂത്രത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇനി ഋഗ്വേദത്തിൻ്റെ പദപാഠകാരനാണ് ശാകല്യഃ, സാമവേദത്തിൻ്റെ പദപാഠകാരനാണ് ഗാർഗ്യഃ. ഇനി അടുത്ത ചോദ്യമാണ് ദേവഹൂത സംഹിത കസ്മിൻ ബ്രാഹ്മണേ സമുപലഭ്യതേ? ഛാന്ദോഗ്യോപനിഷദ് ബ്രാഹ്മണേ, ജൈമിനീയ ബ്രാഹ്മണേ, സംഹിതോപനിഷദ് ബ്രാഹ്മണേ, മന്ത്രബ്രാഹ്മണേ. ദേവഹൂത സംഹിത ഏത് ബ്രാഹ്മണത്തിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരം സംഹിതോപനിഷദ് ബ്രാഹ്മണം എന്നതാണ്. അതായത് വൈദിക സാഹിത്യത്തിലെ സാമവേദവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ബ്രാഹ്മണ ഗ്രന്ഥമാണ് സംഹിതോപനിഷദ് ബ്രാഹ്മണം. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഖണ്ഡത്തിൽ സാമഗാന സംഹിതകളെ 3ആയിട്ട് തരംതിരിച്ച് വിവരിക്കുന്നുണ്ട്. ദേവഹൂത സംഹിത, വാക്ഷബഹു സംഹിത, അമിത്രഹു സംഹിത എന്നിങ്ങനെ. ഇനി അടുത്ത ചോദ്യമാണ് നമോ നിഷങ്കണേ കകുഭായ സ്തേനാനാം പതയേ നമഃ. അസ്മിൻ മന്ത്രേ നിഷങ്ക ശബ്ദസ്യ കോർത്ഥഃ? ഓപ്ഷൻ ഗദ, ചക്രം, ധനുഃ, ഖഡ്ഗഃ. ഈ ഒരു മന്ത്രത്തിൽ നമോ നിഷങ്കണേ കകുഭായ സ്തേനാനാം പതയേ നമഃ, ഈ ഒരു മന്ത്രത്തിൽ നിഷങ്ക ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഖഡ്ഗഃ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ 4. അതായത് ശുക്ലയജുർവേദത്തിലെ 16-ാം അധ്യായത്തിലെ 20-ാം മന്ത്രത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ഈ ഒരു മന്ത്രത്തിലെ നിഷങ്കിണേ എന്നുള്ള വാക്കിന് ആചാര്യ മഹീധരൻ തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വേദദീപം എന്ന ഭാഷ്യത്തിൽ നിഷങ്കിണേ ഖഡ്ഗധാരിണേ എന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ബൃഹസ്പതി പ്രഥമം ജായമാനാഹ തിഷ്യം നക്ഷത്രമപി സംബഭൂവ യേഷാ ഉക്തി കുത്രോപലഭ്യത്തെ? ഓപ്ഷൻസ് ഋഗ്വേദ സംഹിതായാം, ശതപഥ ബ്രാഹ്മണേ, തൈത്തിരീയ ബ്രാഹ്മണേ, ഐതരേയ ബ്രാഹ്മണേ. ബൃഹസ്പതി പ്രഥമം ജായമാനാഹ തിഷ്യം നക്ഷത്രമപി സംബഭൂവ, ഈ ഒരു ഉക്തി എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം തൈത്തിരീയ ബ്രാഹ്മണേ എന്നുള്ളതാണ്. അതായത് ഈ ഒരു സൂക്തം കൃഷ്ണ യജുർവേദവുമായി ബന്ധപ്പെട്ട തൈത്തിരീയ ബ്രാഹ്മണത്തിൽ നിന്നുള്ളതാണ്. ഋഗ്വേദ സംഹിതായാഹ സർഗവിചാരേ ഉക്താൻ ഇമാൻ പദാർത്ഥാൻ ആരോഹക്രമേണ വ്യവസ്ഥാപയത. ഋഗ്വേദ സംഹിതയിൽ സൃഷ്ടി വിചാരമുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഈ പദാർത്ഥങ്ങളെ ആരോഹണക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അതായത് ഈ പദാർത്ഥങ്ങൾ വരുന്നത് ഋഗ്വേദ സംഹിതയിലെ നാസദീയ സൂക്തത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആരോഹണക്രമം എന്ന് പറയുന്നത് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 2 ആണ്. CABED എന്നിങ്ങനെ. അതായത് രജഹ അത് 1-ാമത്തെ മന്ത്രത്തിൽ വരുന്നു, അമൃതം അത് 2-ാമത്തെ മന്ത്രത്തിൽ വരുന്നു, തമഹ അത് 3-ാമത്തെ മന്ത്രത്തിൽ വരുന്നു, തിരശ്ചീനഹ അത് 5-ാമത്തെ മന്ത്രത്തിൻ്റെ തുടക്കത്തിൽ വരുന്നു, രശ്മിഹി എന്നുള്ളത് 5-ാമത്തെ മന്ത്രത്തിൽ തിരശ്ചീനഹ എന്നുള്ളതിന് ശേഷം വരുന്നു. ഇങ്ങനെയാണ് ആരോഹണക്രമത്തിൽ എഴുതുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇമാനി ശ്രൗതസൂത്രാണി സാമവേദ സംബദ്ധാനി ഭവന്തി.
സാമവേദവുമായി ബന്ധപ്പെട്ട ശ്രൗതസൂത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: വൈതാനം, നിദാനം, ദ്രാഹ്യായണം, കൗശികം, ലാട്യായനം. അപ്പോൾ ഇവിടെ ഓപ്ഷനുകളിൽ ഉത്തരം ബി, സി, ഇ കേവലം. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് നിദാനം, അതുപോലെ ദ്രാഹ്യായണം, ലാട്യായനം, ഇതാണ് സാമവേദ സംബന്ധങ്ങളായിട്ടുള്ള ശ്രൗതസൂത്രം. ഇതിൽ പറയുന്ന മറ്റു 2 അതായത് വൈതാനം, കൗശികം, ഇവ രണ്ടും അഥർവവേദവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രത്യക്ഷകൃതാം രജാം ഉദാഹരണേ സ്തഃ. പ്രത്യക്ഷകൃത മന്ത്രങ്ങൾക്ക് ഉദാഹരണമായിട്ടുള്ളത് ഏതാണ് എന്ന ചോദ്യം. കഴിഞ്ഞ വേദത്തിൻ്റെ 1ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രങ്ങളെ അവയുടെ അവതരണ രീതി അടിസ്ഥാനമാക്കി 3ആയിട്ട് തിരിക്കുന്ന പരോക്ഷകൃത മന്ത്രങ്ങൾ, പ്രത്യക്ഷകൃത മന്ത്രങ്ങൾ, ആധ്യാത്മിക മന്ത്രങ്ങൾ. പരോക്ഷകൃത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷനിൽ പറയുന്നവയും, പ്രത്യക്ഷകൃത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷനിൽ പറയുന്നവയും, ആധ്യാത്മിക മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷനിൽ പറയുന്നവയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രത്യക്ഷകൃത മന്ത്രങ്ങൾക്ക് എന്താണ് ഉദാഹരണം എന്നാണ് ചോദിക്കുന്നത്. ഇന്ദ്രായ സാമഗായത വി ന ഇന്ദ്ര മൃധോ ജഹി മാ ചിദന്യത് ശംസത സുചക്ഷാഹമക്ഷിഭ്യാം ഭൂയാസം എന്നിങ്ങനെ. അപ്പോൾ ഇതിൽ യാസ്കൻ്റെ നിരുക്തത്തിൽ 7ാം അധ്യായമുണ്ട്, 7ാം അധ്യായം ദൈവതാകാന്ഡം. ഇവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 2 ബി, സി എന്നിവയാണ്. വി ന ഇന്ദ്ര മൃധോ ജഹി എന്നതും മാ ചിദന്യത് ശംസത എന്നുള്ളതും. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമാണ് 2 പട്ടികകൾ തന്നിട്ട് സൂചി 1 ഋഗ്വേദം, കൃഷ്ണയജുർവേദ, അഥർവവേദ, ശുക്ലയജുർവേദ. സൂചി 2 അവയുടെ ശാഖകൾ കൊടുത്തിരിക്കുന്നു. പൈപ്പലാദ ശാഖ, കാണ്വ ശാഖ, മൈത്രായണീ ശാഖ, ശാകല ശാഖ. അപ്പോൾ നമുക്കറിയാം ഋഗ്വേദത്തിൻ്റെ ശാഖയാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ശാകല ശാഖ. അപ്പോൾ A4 എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനുകളിൽ A4 എന്നുള്ളത് 1ാമത്തെ ഓപ്ഷനും 2ാമത്തെ ഓപ്ഷനുമാണ്. ഇനി കൃഷ്ണയജുർവേദ, നമുക്കറിയാം കൃഷ്ണയജുർവേദത്തിൻ്റെ ശാഖയാണ് മൈത്രായണീ ശാഖ. അപ്പോൾ B3 എന്നുള്ളത് 1ാമത്തെ ഓപ്ഷനിലും 2ാമത്തെ ഓപ്ഷനിലും B3 തന്നെയാണ്. ഇനി അഥർവവേദത്തിൻ്റെ ശാഖയാണ് പൈപ്പലാദ ശാഖ എന്നുള്ളത്. അപ്പോൾ C1 എന്നുള്ളത് ഓപ്ഷൻ 1 മാത്രമാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 1 ആണ് ഉത്തരമെന്ന്. ഇനി ശുക്ലയജുർവേദത്തിൻ്റെ ശാഖയാണ് കാണ്വ ശാഖ. അപ്പോൾ D2 എന്നുകൂടി ഉറപ്പിക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഋഗ്വേദേന അസംബദ്ധം കഥനം ചിനുത. ഇത് 2024 ചോദിച്ചതാണ്. ഋഗ്വേദവുമായി ബന്ധമില്ലാത്ത വിഭജനം ഏതാണ് എന്നതാണ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ 10 മണ്ഡലാനി, 88 കാണ്ഡാനി, 8 അഷ്ടകാഹ, 64 അധ്യായാഹ. അപ്പോൾ ദശമണ്ഡലാനി എന്നുള്ളത് ഋഗ്വേദത്തിലുള്ളതാണ്. 10 മണ്ഡലങ്ങളായിട്ട് ഋഗ്വേദത്തെ തിരിക്കുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ അല്ല ഉത്തരം. ഇനി 2ാമത്തെ 88 കാണ്ഡാനി. 88 കാണ്ഡങ്ങൾ എന്നുള്ള വിഭജനം ഋഗ്വേദത്തിലില്ല. അതുകൊണ്ട് അതാണ് ഉത്തരം ശരിക്കും, 88 കാണ്ഡാനി. ഇനി അടുത്തത് 8 അഷ്ടകാഹ. അപ്പോൾ 8 അഷ്ടകങ്ങളുണ്ട് ഋഗ്വേദത്തിൽ എന്ന് ഋഗ്വേദത്തെ വിഭജിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉത്തരമായിട്ട് വരില്ല, കാരണം ഋഗ്വേദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി 64 അധ്യായാഹ. ഓരോ അഷ്ടകത്തിലും 8 അധ്യായം വീതമുണ്ട്. അങ്ങനെ ടോട്ടൽ 64 അധ്യായങ്ങൾ ഋഗ്വേദത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഋഗ്വേദവുമായി ബന്ധമില്ലാത്ത കാര്യം 88 കാണ്ഡാനി എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബൃഹദാരണ്യകോപനിഷത്ത് കേന വേദേന സംബദ്ധ. ഏതു വേദവുമായി ബന്ധപ്പെട്ടതാണ് ബൃഹദാരണ്യകോപനിഷത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം യജുർവേദേന എന്നുള്ളതാണ്. അതായത് 10 ദശ ഉപനിഷത്തുകൾ പ്രധാനമായിട്ട് പറയാറുണ്ട്.
അപ്പോൾ ഓരോന്നും ഏത് വേദത്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ആ 10 ഉപനിഷത്തുകളെന്ന് ചോദിച്ചാൽ ഈശാവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, ഐത്തരയോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. അതിൽ ഈശാവാസ്യോപനിഷത്ത് ശുക്ലയജുർവേദത്തിൻ്റെയാണ്, കേനോപനിഷത്ത് സാമവേദത്തിൻ്റെയാണ്, കഠോപനിഷത്ത് കൃഷ്ണയജുർവേദത്തിൻ്റെയാണ്, പ്രശ്നോപനിഷത്ത് അഥർവവേദത്തിൻ്റെയാണ്, മുണ്ടകോപനിഷത്ത് അഥർവവേദത്തിൻ്റെയാണ്, മാണ്ഡൂക്യോപനിഷത്ത് അഥർവവേദത്തിൻ്റെയാണ്, കൃഷ്ണയജുർവേദത്തിൻ്റെ തൈത്തിരിയോപനിഷത്ത്, ഋഗ്വേദത്തിൻ്റെ ഐത്തരയോപനിഷത്ത്, സാമവേദത്തിൻ്റെ ഛാന്തോക്യോപനിഷത്ത്, ശുക്ലയജുർവേദത്തിൻ്റെ ബൃഹദാരണ്യകോപനിഷത്ത്. അതായത് ഈ ദശോപനിഷത്തുക്കളിൽ ഋഗ്വേദത്തിൻ്റേതായിട്ട് ഒരു ഉപനിഷത്താണ് എന്താണ് ഐത്തരയോപനിഷത്ത്. ഇനി കൃഷ്ണയജുർവേദത്തിൻ്റേതായിട്ട് 2 ഉപനിഷത്തുക്കളാണ്, കഠോപനിഷത്ത് പിന്നെ തൈത്തിരിയോപനിഷത്ത്. ഇനി ശുക്ലയജുർവേദത്തിൻ്റേതായിട്ട് ഈശാവാസ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത് 2 ഇനി സാമവേദത്തിൻ്റെ ആയിട്ട് കേനോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്. അഥർവവേദത്തിൻ്റെ ആയിട്ട് പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്. അങ്ങനെ 10 ഉപനിഷത്തുകൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ സൂചി 1 ശാഖകളും സൂചി 2 വേദങ്ങളും കൊടുത്തിരിക്കുന്നു. ഇത് 2023 ചോദ്യമാണ്. അപ്പോൾ കാണ്വശാഖ നമുക്കറിയാം, കാണ്വശാഖ ശുക്ലയജുർവേദത്തിൻ്റെയാണ്. അപ്പോൾ A4 എന്നുള്ളത് ഇവിടെ 2ാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഉത്തരം എന്ന് കിട്ടി. ഇനി B ജൈമിനീയ ശാഖ സാമവേദത്തിൻ്റെയാണ്. അപ്പോൾ B1 എന്ന് കിട്ടി. ഇനി ബാഷ്കല ശാഖ അത് ഋഗ്വേദത്തിൻ്റെയാണ്. അപ്പോൾ C2 എന്ന് കിട്ടി. ഇനി D കഠശാഖ എന്നുള്ളത് കൃഷ്ണയജുർവേദത്തിൻ്റെയാണ്. അപ്പോൾ D3 എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ 2 A4 B1 C2 D3 എന്നിങ്ങനെ കിട്ടുന്നു. കണ്വശാഖ ശുക്ലയജുർവേദ, ജൈമിനീയ ശാഖ സാമവേദ, ബാഷ്കലശാഖ ഋഗ്വേദ, കഠശാഖ കൃഷ്ണയജുർവേദ എന്നിങ്ങനെ കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ശ്രുതി സ്മൃത്യോഹോ വിരോധേ കസ്യ പ്രാബല്യം സ്വീക്രിയത്തെ. ശ്രുതിക്കും സ്മൃതിക്കും തമ്മിൽ വിരോധമുണ്ടാകുമ്പോൾ ഏതിനാണ് കൂടുതൽ പ്രാമാണ്യം കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രുതേഹേ, ശ്രുതിക്കാണ്, വേദത്തിനാണ് എന്ന് ഉത്തരം കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് 2021 ചോദ്യമാണ്. മന്ത്രബ്രാഹ്മണയോർ വേദനാമധേയമിതി സിദ്ധാന്തം കോ വേദഭാഷ്യകാരഃ നമനുതേ. മന്ത്രബ്രാഹ്മണയോഹോ വേദനാമധേയം എന്നുള്ള സിദ്ധാന്തം ഏത് ഭാഷ്യകാരനാണ് അംഗീകരിക്കാത്തത് എന്നതാണ് ചോദ്യം. വേദത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു വേദം ശരിക്കും 2 തരത്തിലാണുള്ളത്, മന്ത്രം, ബ്രാഹ്മണം എന്നിങ്ങനെ. ബ്രാഹ്മണത്തിനെ വീണ്ടും ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ തിരിക്കാം. അപ്പോൾ മന്ത്രബ്രാഹ്മണയോഹോ വേദനാമധേയം എന്നൊരു സിദ്ധാന്തമുണ്ട്. ഇതിനെ ഏത് ഭാഷ്യകാരനാണ് അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഏതൊക്കെ ഭാഷ്യകാരന്മാരെ കൊടുത്തിരിക്കുന്നു ഓപ്ഷനുകളിൽ? സ്കന്ദസ്വാമി, ആചാര്യ മഹീധര, സ്വാമി ദയാനന്ദ, ഉവ്വട. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സ്കന്ദസ്വാമി എന്നുള്ളതാണ്. സ്കന്ദസ്വാമിയാണ് ഈ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മന്ത്രസംഹിതായാः അർത്ഥേ സ്വരശാസ്ത്രദൃഷ്ട്യാ വേദശബ്ദോസ്തി. മന്ത്രസംഹിത എന്ന അർത്ഥത്തിൽ സ്വരശാസ്ത്രമനുസരിച്ച് വേദമെന്ന പദം
ഏത് സ്വരത്തോട് കൂടിയതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സ്വരിതഃ എന്നുള്ളതാണ്. അതായത് വൈദിക സ്വരശാസ്ത്ര നിയമങ്ങളനുസരിച്ച് മന്ത്രസംഹിതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിന് സ്വരിത സ്വരം ആണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അഭീദ്ധ തപസഃ വർണ്ണനമായാതി. അഭീദ്ധ തപസഃ എന്ന വിവരണം എവിടെയാണ് വരുന്നത്? ഓപ്ഷൻസ്: സാമവേദിയെ, ആഗ്നേയേ പർവേ, മരുത് സൂക്തേ, വാക് സൂക്തേ, അദ്യമർഷണ സൂക്തേ. അതായത് അഭീദ്ധ തപസഃ എന്നുള്ള വിവരണം സാമവേദത്തിലെ പൂർവാർച്ചികത്തിലെ ആഗ്നേയ പർവ്വത്തിൽ വരുന്നതാണ്. അപ്പോൾ ഉത്തരം സാമവേദിയെ ആഗ്നേയേ പർവേ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നിരുക്താനുസാരം ഹേമന്തസ്യ അഭിമാനി ദേവതാ കാ. യാസ്കൻ്റെ നിരുക്തപ്രകാരം ഹേമന്ത ഋതുവിൻ്റെ അധിദേവത ആരാണ്? ഓപ്ഷൻസ്: ഇന്ദ്രഃ, അഗ്നിഃ, വിഷ്ണുഃ, ആദിത്യഃ. ഉത്തരം ഇന്ദ്രഃ എന്നുള്ളതാണ്. അതായത് യാസ്കൻ്റെ നിരുക്തത്തിൽ ഏഴാം അധ്യായമായിട്ടുള്ള ദൈവതാ കാണ്ഡത്തിലാണിത് പറയുന്നത്. ഓരോ ഋതുക്കൾക്കും ഓരോ അധിദേവതയുണ്ടെന്ന് പറയുന്നുണ്ട്. വസന്ത ഋതുവിൻ്റെ അധിദേവതയാണ് അഗ്നി, ഗ്രീഷ്മത്തിൻ്റെ ഇന്ദ്രൻ, വർഷത്തിൻ്റെ മരുത്തുക്കൾ ഇന്ദ്രൻ, ശരത്തിൻ്റെ വിശ്വേദേവകൾ ആദിത്യൻ, ഹേമന്തത്തിൻ്റെ ഇന്ദ്രൻ, ശിശിരത്തിൻ്റെ അഗ്നി. അപ്പോൾ ഇതനുസരിച്ച് ഹേമന്ത ഋതുവിൻ്റെ അധിദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കൗ ദ്വൗ കാണ്വസംഹിത ഭാഷ്യകാരൗ സ്തഃ. കാണ്വസംഹിതയുടെ ശുക്ലയജുർവേദത്തിൻ്റെ കാണ്വസംഹിതയുടെ ഭാഷ്യകാരന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സായണഃ, കുണ്ഡിനഃ, ശത്രുഘ്നഃ, ആനന്ദബോധഭട്ടോപാധ്യായഃ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എ, ബി ആണ്. അതായത് സായണനും കുണ്ഡിനനുമാണ് ശുക്ലയജുർവേദ കാണ്വസംഹിതയുടെ ഭാഷ്യകാരന്മാർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശത്രുഘ്നനും ആനന്ദബോധഭട്ടോപാധ്യായനും ശുക്ലയജുർവേദത്തിൻ്റെ മാധ്യന്തിന സംഹിതയുടെ ഭാഷ്യകാരന്മാരാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വേദകാലഗണനാ വിഷയെ കേന സഹ കസ്യ സംബന്ധഃ. അവിടെ ഒന്നാമത്തെ പട്ടിക ആചാര്യന്മാരെ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പട്ടികയിൽ വേദകാലഘട്ടവും പറയുന്നു. അപ്പോൾ വേദത്തിൻ്റെ കാലത്തെ പറ്റി വളരെ വലിയ ചർച്ചയാണ്. അപ്പോൾ ഓരോ ആചാര്യന്മാരും ഏതേത് കാലഘട്ടങ്ങളാണ് പറയുന്നത് എന്നതാണ്, അതനുസരിച്ച് ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇവിടെ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് BC 2500. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ BC 2500 എന്നാണ്. ഇനി ബാലഗംഗാധര തിലകൻ പറയുന്നത് സൃഷ്ടേഹേ പ്രാരംഭഃ എന്നാണ്. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ എന്നാണ് ബാലഗംഗാധര തിലകൻ പറയുന്നത്. ഇനി വിൻ്റർനെറ്റ്സ് പറയുന്നത് ഈശോഹ പൂർവം 600 വർഷേഭ്യഃ പ്രാക്. BC ക്രിസ്തുവിന് മുമ്പ് 6000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് വിൻ്റർനെറ്റ്സ് പറയുന്നത്. ഇനി മാക്സ് മുള്ളർ പറയുന്നത് BC 1200 എന്നാണ്. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി BC 2500, ബാലഗംഗാധര തിലകൻ സൃഷ്ടേഹേ പ്രാരംഭഃ, വിൻ്റർനെറ്റ്സ് ഈശോഹ പൂർവം 600 വർഷേഭ്യഃ പ്രാക്, മാക്സ് മുള്ളർ BC 1200. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. നമസ്കാരം.